ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഇവിടെ മെസ്സേജ് അയച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ ചാനലിലും ചിലപ്പോഴെല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റർ എന്ന് നോക്കാം. ഇവിടെ ഇവർ അയക്കുന്നത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഓഡിയോ മറ്റൊരാൾ അപ്ലോഡ് ചെയ്തു, പക്ഷേ മാച്ചിങ് ടൂളിൽ വന്നിട്ടില്ല. 2013 ഇറക്കിയ CD-യിലെ പാട്ടുകളാണ് അത് അടിച്ചു വിറ്റിരുന്നു. അതിൽ നിന്ന് കോപ്പി അടിച്ചാണ് അയാൾ ഇടുന്നത്. അയാൾ ആദ്യം 4 പാട്ടിട്ടു. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ കയറി അയാളോട് പറഞ്ഞു, ഓണറുടെ അനുവാദമില്ലാതെ ഇടരുത് എന്ന്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചാനലിൽ CD-യിലെ ബാക്കി സോങ്സ് അപ്ലോഡ് ചെയ്തു. നമ്മൾ അപ്ലോഡ് ചെയ്ത സോങ്സ് 7 ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും അപ്ലോഡ് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മെസ്സേജ് അയച്ച അവരുടെ ഭാര്യയുടെ അച്ഛൻ്റെ സോങ്സ് എല്ലാമാണ് ഇത്. അവർ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർ തന്നെയാണ് ഇതിൻ്റെ കോപ്പിറൈറ്റ് ഓണർ എല്ലാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം, ഇവരുടെ ഈ മ്യൂസിക് എല്ലാം തന്നെ വേറൊരാൾ അവരുടെ ചാനലിലൂടെ ഇടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റാരെങ്കിലും എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കോപ്പിറൈറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ റിമൂവ് റിക്വസ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ന്യൂ റിമൂവൽ റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലഭിക്കും, വീഡിയോ റിക്വസ്റ്റ് ഫോർ റിമൂവൽ. അതായത് നമ്മുടെ ഈ കണ്ടന്റ് ഇത് അവരുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ് നമ്മൾ ഇവിടെ റൈസ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം മൈ കണ്ടന്റ്, അതുപോലെ ടൈപ്പ് ഓഫ് കണ്ടന്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റ് എപ്രകാരമുള്ളതാണ്, വീഡിയോ ആണോ, അത് ഒറിജിനൽ സോങ് ആണോ, അല്ലെങ്കിൽ നോൺ മ്യൂസിക്കൽ ഓഡിയോ, ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടേത് വരുന്നത് അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റിൽ മറ്റാരെങ്കിലും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് റിമൂവ് റിക്വസ്റ്റ് റൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒറിജിനൽ സോങ് എന്നാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ സബ് കാറ്റഗറി, അപ്പോൾ ഇത് സൗണ്ട് റെക്കോർഡിംഗ്, കോമ്പോസിഷൻ, സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് കോമ്പോസിഷൻ. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഇവിടെ കറക്റ്റായി സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഏത് വീഡിയോ ആണ് യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു URL നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഉദാഹരണമായി അവരുടെ ചാനൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഹോം പേജിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണിക്കും. ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് ആ URL ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് URL ഓഫ് വീഡിയോ ടു ബി റിമൂവ്ഡ്. അതായത് നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോയുടെ അതിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടെ ആഡ് ടു ലിസ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ഇതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കുക കോപ്പിറൈറ്റ് ഓണർ എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോപ്പിറൈറ്റ് ഓണർ, അതായത് ഇത് നമ്മുടെ തന്നെ കണ്ടന്റ് ആണെങ്കിൽ മൈസെൽഫ് എന്ന് കൊടുക്കാം. ഇനി നമ്മുടേതല്ല, കമ്പനി, ഓർഗനൈസേഷൻ ഓർ ക്ലൈൻറ്റ്, നമ്മുടെ ക്ലൈൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടന്റ് ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് കറക്റ്റായി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കോപ്പിറൈറ്റ് ഓണറുടെ പേരെല്ലാം കൊടുക്കുക. അതായത് ഈ ഒരു മ്യൂസിക് ഇതിൻ്റെ യഥാർത്ഥ കോപ്പിറൈറ്റ് ഓണർ ആരാണ് അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾ, അതായത് അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇനി നമ്മൾ ഫിൽ ചെയ്യേണ്ടത് നമ്മുടെ കൺട്രി കോഡ് അടക്കം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി നമുക്കൊരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ്, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് കൂടി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്തതായി ചോദിക്കുന്നത് റിലേഷൻഷിപ്പ് ടു കോപ്പിറൈറ്റ് കണ്ടന്റ് എന്നതാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് ഈ ഒരു കോപ്പിറൈറ്റ് കണ്ടന്റുമായിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ എല്ലാം ആണെങ്കിൽ അത്തരത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം കൊടുക്കാം. അതുപോലെ ഇവിടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ട്രീറ്റ് അഡ്രസ്, സിറ്റി അഡ്രസ്, അതുപോലെ സ്റ്റേറ്റ്, സിപ്പ് കോഡ്, ഇങ്ങനെ നമ്മുടെ അഡ്രസ്സ് എല്ലാം കറക്റ്റായി ഫിൽ ചെയ്തതിന് ശേഷം
ഇവിടെ ഇനി മൂന്നാമതായി നമുക്ക് ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. റിമൂവൽ ഓപ്ഷൻ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓപ്ഷൻ എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ അവർക്ക് ഒരു സ്ട്രൈക്ക് ഒന്നും കൊടുക്കാതെ 7 ദിവസത്തിന് ശേഷം അവരുടെ ചാനലിൽ നിന്നും ഈ ഒരു കണ്ടന്റ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ, അതായത് റിക്വസ്റ്റ് റിമൂവൽ നൗ. ഇപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും അവർക്ക് ഒരു സ്ട്രൈക്ക് നൽകുന്ന തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് അവർക്ക് സ്ട്രൈക്ക് ഒന്നും നൽകേണ്ട. 7 ദിവസം കഴിഞ്ഞ് ഇത് വെരിഫൈ ആയതിനു ശേഷം, അതായത് നമ്മൾ ഈ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് ഇതിൽ ജെന്യൂനിറ്റി എല്ലാം വന്ന്, അതായത് ഇത് അപ്രൂവൽ എല്ലാം തന്നതിന് ശേഷം 7 ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ നമ്മൾ അവരുടെ ചാനലിൽ നിന്നും ഈ ഒരു കണ്ടന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി സ്പോട്ടിൽ തന്നെ ഇത് റിമൂവ് ചെയ്ത് അവർക്ക് ഒരു സ്ട്രൈക്ക് എല്ലാം കൊടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ കോപ്പീസ് എല്ലാം ഇനി ഫ്യൂച്ചറിൽ പ്രിവെന്റ് ചെയ്യണോ എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ നമ്മൾ ലീഗൽ എഗ്രിമെന്റ്സ് എല്ലാം ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഐ ഹാവ് ഗുഡ് ഫെയ്ത്ത് ബിലീഫ് ദാറ്റ്, അതായത് നമ്മൾ ഇത്തരത്തിൽ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കറക്റ്റായ മനസ്സിലായിട്ടുണ്ട്, അതുപോലെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഓണർ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ഇതിൻ്റെ ഓണർ. ഇത്തരത്തിൽ നമ്മൾ ഈ കൺസെന്റ് എല്ലാം ഇവിടെ കൊടുക്കണം. കാരണം ഇത്തരത്തിൽ നമുക്ക് ആർക്കെതിരെയും വെറുതെ ഒരു ടേക്ക് ഡൗൺ നോട്ടീസ് ഒന്നും റേസ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ ഇതിൽ നമുക്ക് അത്രയും നമ്മുടെ തന്നെയാണ് എന്ന ബോധ്യമുണ്ടെങ്കിലാണ് നമ്മൾ ഈ കാര്യമെല്ലാം ചെയ്യുക. അതുപോലെ ഫെയർ യൂസ് പോളിസി പ്രകാരമാണ് അവർ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ടേക്ക് ഡൗൺ നോട്ടീസ് ഒന്നും റേസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത്തരത്തിൽ അവർ അതിന് അപ്പീൽ പോവുകയാണെങ്കിൽ പിന്നീട് ഇത് പോകുന്നത് കോർട്ടിലേക്കും അതുപോലെ ലീഗൽ പ്രൊസീജിയേഴ്സിലേക്കും എല്ലാം ആയിരിക്കും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം റേസ് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം മനസ്സിലാക്കി വേണം ഇത്തരത്തിലൊരു ടേക്ക് ഡൗൺ നോട്ടീസ് എല്ലാം കൊടുക്കാൻ. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം, അതായത് ഇവിടെ സിഗ്നേച്ചർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുൾ ലീഗൽ നെയിം അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ്. അതായത് ഗവൺമെൻറ് ഐ.ഡിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇത് നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് പോവുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു കണ്ടന്റ് മറ്റുള്ളവരെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു റിക്വസ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്